നമസ്തേ. എസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നമ്മൾക്കിവിടെ കിട്ടിയിരിക്കുന്ന 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കേട്ടോ. വളരെ ശക്തമായിട്ടൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള ഒരു എനർജീനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവരെ സംബന്ധിച്ച് നിങ്ങളെ കണക്റ്റ് ചെയ്ത് നിങ്ങൾ അവരുടെ അരികിലുണ്ടായിട്ട് പോലും നിങ്ങളെ അവർ ശ്രദ്ധിക്കാതെ തേർഡ് സിറ്റുവേഷൻസിൽ പൂർണ്ണമായി ഫോക്കസിങ് ചെയ്തു എന്ന് തന്നെയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെല്ലാം കുറിച്ച് അവർ ഇന്നലെ ശരിക്കും ഒരു പുനർവിചിന്തനം ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങളെക്കുറിച്ച് അവർ വളരെയധികം മനസ്സിലാക്കാനും ആഴത്തിൽ ചിന്തിക്കുകയും ചെയ്തു. കാരണം നിങ്ങളോട് വളരെ ശക്തമാകുന്ന ഒരു തെറ്റ് ചെയ്തു എന്ന ആ ഒരു കുറ്റബോധം അവരെ വളരെയധികം വേദനിപ്പിച്ചു എന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് കിട്ടിയിരിക്കുന്ന എനർജി. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവർ വളരെയധികം ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു ട്രാവൽ എനർജിയൊക്കെ വേണ്ടി വരാം നിങ്ങളിലേക്ക് അവർക്ക് എത്തിച്ചേരാനായിട്ട് കേട്ടോ. അതിനൊക്കെ വേണ്ടിയിട്ട് അവർ തയ്യാറാവുന്നുണ്ട്. ചിലർക്കൊക്കെ വിദേശ രാജ്യത്തൊക്കെ താമസിക്കുന്നവരുടെ എനർജി കാണുന്നുണ്ട്. ഒരു എയർ ട്രാവലിംഗ് എനർജി തന്നെ കാണുന്നുണ്ട്. ആ ഒരു എനർജി, അതായത് ഒരു എയർ ട്രാവലിങ്ങിലൂടെ മാത്രമായിരിക്കും നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ 100% സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം നല്ലൊരു ബോണ്ടുള്ളൊരു പാർട്ട്ണർഷിപ്പ് എനർജിയിൽ പോയവരാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ഇമോഷണലി കണക്റ്റഡ് ആയിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇമോഷണലി മാത്രമല്ല, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി പോലും ഇതിനകത്ത് ശക്തമായിട്ട് കാണുന്നുണ്ട്. എന്താണെങ്കിലും അവർ ആ ഒരു നെഗറ്റീവ് തെറ്റാകുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ വിട്ടുപോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. മൂവ് ഓൺ ചെയ്യുന്ന, എല്ലാം അവസാനിപ്പിക്കുന്ന, അവരുടെ ലൈഫിലുണ്ടായ ഇമോഷണൽ പരമാകുന്ന പല തെറ്റുകളെയും അവർ തിരുത്താൻ ശ്രമിക്കുന്നു. അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വരുത്തണമെന്നും അവർക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന, അവരേറ്റവും കൂടുതൽ പൂർണ്ണതയോടും ഇമോഷണലി ബാലൻസോടുകൂടി ഏറ്റവും ടോപ്പായിട്ട് കാണുന്നത് നിങ്ങളെ തന്നെയാണ്. നിങ്ങളാണ് അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആയ ഒന്നെന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി അവരുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്ന ഒരു സിമ്പതറ്റിക് എനർജിയിലേക്ക് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻ മാറാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ആക്ഷൻ അവർ എടുക്കുന്നു പെട്ടെന്ന് തന്നെ, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും സഡൻ ആയിരിക്കാം നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി ആക്ഷൻ എടുക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഫാമിലി പരമാകുന്ന എനർജി, അതായത് പേരൻസ് ഒക്കെ ഇൻവോൾവ് ആകുന്ന സിറ്റുവേഷൻസുകൾ കൂടി കാണുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും എല്ലാവരും കൂടി ഒത്തൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മറ്റും എല്ലാം നിറഞ്ഞ ഒരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും. എന്താണേലും തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മൂവ് ഓൺ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ പ്രഷ്യസ് ആയിട്ടും ഒരു എന്താ പറയുക, ഒരു അബണ്ടൻസ് ആയിട്ട് വരെ കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ വ്യക്തിക്ക്. തീർച്ചയായിട്ടും അവരുടെ ആ ഒരു എനർജിക്കുള്ളിൽ നിങ്ങൾക്ക് നൽകേണ്ട ആ ഒരു വാല്യൂ അവർ തിരിച്ചറിയുന്നു. നിങ്ങൾ കൊടുത്തിരുന്ന സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളം പൂർണ്ണതയായിരുന്നു എന്നും ഏറ്റവും പോസിറ്റീവും ഏറ്റവും കണക്റ്റഡ് ആകേണ്ട ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു പാർട്ട്ണർ എനർജി നിങ്ങൾ തന്നെയാണ് എന്നുള്ള ഒരു ബോധവും അവരിൽ